ആശാ സമരക്കാരെ ചർച്ചയ്ക്ക് വിളിച്ച് സർക്കാർ. നാളെ വൈകിട്ട് 3 മണിക്ക് ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഓഫീസിലാകും ചർച്ച. ചർച്ചയിൽ ശുഭപ്രതീക്ഷയുണ്ടെന്ന് ആശാ സമരസമിതി പ്രതികരിച്ചു. കഴിഞ്ഞ 2 തവണ സർക്കാരുമായി ചർച്ച നടത്തിയെങ്കിലും പരാജയപ്പെടുകയായിരുന്നു. കഴിഞ്ഞ ദിവസം കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് മന്ത്രി വീണ ജോർജ് ആശാ സമരക്കാരെ ചർച്ചയ്ക്ക് വിളിച്ചത്. നാളെ വൈകിട്ട് 3 മണിക്ക് മന്ത്രിയുടെ ചേംബറിലാകും ചർച്ച. ചർച്ചയ്ക്ക് വിളിച്ചതിൽ സമരക്കാർ സന്തോഷം രേഖപ്പെടുത്തി. ചർച്ചയിൽ വിശ്വാസമുണ്ടെന്നും ശുഭവാർത്ത ഉണ്ടാകട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നതായും സമരസമിതി പ്രതികരിച്ചു. വലിയ പ്രതീക്ഷ ഞങ്ങളുടേതായ ഡിമാൻഡ് ഉണ്ട്. അതായത് മന്ത്രിക്കറിയാം, സർക്കാരിനറിയാം, എല്ലാവർക്കും അറിയാം. അതിന് മുകളിൽ വെച്ചിട്ടാണ് ചർച്ച ചെയ്യുന്നത്. സമരപന്തലിൽ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല സന്ദർശിച്ചു. മുഖ്യമന്ത്രി ദുരഭിമാനം വെടിഞ്ഞ് ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന് ചെന്നിത്തല പ്രതികരിച്ചു. പാവപ്പെട്ട ഈ ആശാവർക്കർമാരുടെ പ്രശ്നം പരിഹരിക്കാതെ അവരെ കഷ്ടത്തിലാക്കുന്ന ഈ നടപടിയും ഞാൻ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. എന്തിനാണ് ഈ പാവങ്ങളോട് ഈ ക്രൂരത? അവരെന്ത് തെറ്റാണ് ചെയ്തത്? കോവിഡ് കാലത്തും അല്ലാത്ത സമയങ്ങളിലും പാവപ്പെട്ട ഈ ആശാ വർക്കർമാർ നടത്തിയ സേവനങ്ങളെങ്കിലും കണക്കിലെടുത്തുകൊണ്ട് അവരോടൊരു ചർച്ചയ്ക്ക് പോലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നടത്താത്തത് ദുരഭിമാനം കൊണ്ടാണ്. സമരപന്തലിൽ നിരാഹാരമിരിക്കുന്ന ആശയുടെ ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 8 ദിവസമായി നിരാഹാരമിരിക്കുന്ന അനിതകുമാരിയെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അതേസമയം സമരത്തിന് പിന്തുണയുമായി വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളും സമരപന്തലിലെത്തി. ഫെബ്രുവരി 10-ാം തീയതിയാണ് സെക്രട്ടേറിയറ്റ് മുന്നിൽ ആശാസമരം ആരംഭിച്ചത്. സമരം ആരംഭിച്ചതിന് പിന്നാലെ 2 തവണ സർക്കാരും സമരക്കാരുമായി ചർച്ച നടന്നെങ്കിലും പരാജയപ്പെടുകയായിരുന്നു. ജനം, തിരുവനന്തപുരം.